വടകരയ്ക്ക് ഇലക്ഷൻ നടന്ന ടൈമിൽ ഞാൻ ഷാഫിഖാന്റെ അടുത്ത് പോയിന്നു. അപ്പൊ അന്ന് ഷാഫിക്ക വെറുതെ ആണെങ്കിൽ കൂടി എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരാം, അനിയന്മാരൊക്കെ. അപ്പോ അന്ന് ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഇത്രയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ദിവസം എന്റെ വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് വരും. കുറെ ആൾക്കാർ വരും എന്ന് പറഞ്ഞിട്ട് വരില്ലാതെ ഇന്നിങ്ങനെ ഷാഫിക്ക വന്നു. നമുക്ക് ലോകത്തില് ആകെ അസൂയുള്ളത് ഇമാതിരി ഐറ്റംസിനോട് മാത്രമാണ്. പാട്ട് പാടാൻ അറിയാത്തവന്റെ അസൂയ എന്താണെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്നിട്ടുള്ള ഒരാൾ. ഞാൻ ചെറിയൊരു കഥയും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പണ്ട് ലെങ്സിന് എന്തോ ചെറിയൊരു ബ്രീത്ത് ചെയ്യാൻ എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്ട്രെങ്ത് കൂടാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ വല്ല സ്പോർട്സിനോ ഫുട്ബോളൊക്കെ കളിക്കാൻ പാടണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഉമ്മയും വല്യമ്മയൊക്കെ കൂടെ പാട്ട് പാടാനും ഫുട്ബോൾ കളിക്കാനും വിട്ടിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി വന്ന് ഇപ്പോൾ ആ പാട്ട് കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും എല്ലാ ഏജിലുള്ള ആൾക്കാരും നെഞ്ചേറ്റുക.